ജേർണലിങ്ങും ഡൂഡലിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനൊക്കെ എതിര് നിൽക്കുന്നത് എൻ്റെ ഉള്ളിലെ പെർഫെക്ഷനിസ്റ്റാണ്. ഈ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ക്ലിക്കായി കുറച്ച് പൈസയൊക്കെ കയ്യിൽ കിട്ടിയിട്ട് അതിനു വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഡയറി ഒക്കെ വാങ്ങിയിട്ട് ചെയ്യാമെന്നായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ഡ്രോയിങ് ബുക്കാണ്. ഇതിൽ ഡൂഡലിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയാൽ എന്തിനാ ഇത് ചെയ്യാൻ തുടങ്ങിയെന്ന് വരെ ആലോചിച്ചു പോകും. കാരണം ഇതിൻ്റെ പേജസിനൊക്കെ നല്ല വില. അങ്ങനെ പണ്ടെന്നോ തുടങ്ങി നിർത്തി വെച്ചതാണ് ഈ ഒരു. അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു വ്ളോഗിൽ ബുക്ക് ഉണ്ടാക്കണം കണ്ടത്. ഇതിപ്പോൾ ലാഭമായല്ലോ. ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ ഞാനിത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒന്ന് കണ്ടോ. ശരിക്കും ഇതിൻ്റെ പേജസ് ഉണ്ടാക്കാൻ A4 ഷീറ്റ് 2ആയിട്ട് മടക്കാണ് വേണ്ടത്. പക്ഷെ എൻ്റെ വീട്ടിൽ A4 ഷീറ്റും അല്ല ചാർട്ട് പേപ്പറും അല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു സൈസുള്ള കുറച്ചധികം പേപ്പേഴ്സ് ഇരുന്നോളൂ. അപ്പോൾ ഞാൻ ആദ്യം 2ആയി കട്ട്. സോറി, ഞാനല്ല, അമ്മയാണ് എനിക്ക് ഫുള്ളും കട്ട് ചെയ്തത്. പക്ഷെ ഇത് ഇത്ര പെർഫെക്ഷനിൽ ഒട്ടി കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അടുത്ത പണി ഇതുപോലെ 3 കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഒരു പേപ്പർ വെച്ച് 3 ഒട്ടിച്ചെടുക്കും. ഇനി ഞാൻ കണ്ട വീഡിയോസിലൊക്കെ കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ആണ് ഇത് കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് അതുപോലെ മെറ്റീരിയൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെടുക്കും എന്നുള്ള ആലോചനയിലാണ് ഒരു പഴയ ഡ്രസ്സിന്റെ കാര്യം ഓർമ്മ. ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് കീറിയിട്ടും കളയാതെ എടുത്തു വെച്ചിരിക്കുക. ഫെവിക്കോൾ വെച്ച് അങ്ങനെ അതൊക്കെ ഒന്ന്. ഇതുവരെ എല്ലാം വളരെ നല്ല രീതിയിലാണ് പോയോണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് അത് മാത്രം കൊളായിപ്പോയി. ബുക്ക് തുറക്കുമ്പോൾ അടയ്ക്കുമ്പോഴും ഈ ഒരു ഫ്രണ്ട് പേജ് ബുക്കിന്റെ ചട്ടയോടൊപ്പം നീങ്ങുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ബുക്ക് മര്യാദയ്ക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒട്ടിച്ച പേജൊക്കെ പറിച്ചെടുത്ത് വേറെ 2 A4 ഷീറ്റ് വെച്ച് ഞാൻ ആ കാർഡ്ബോർഡിന്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് മറിച്ചെടുക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ ഡയറി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ കവർ പേജിന് ഒരു ചെറിയ മേക്ക് ഓവർ കൂടി കൊടുക്കണം. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.